ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ധൈര്യത്തോടെ സിനിമയിലെ സ്ത്രീകൾ തങ്ങൾ നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരുന്നു. മലയാള സിനിമയിലെ പ്രമുഖരാണ് പ്രതിക്കൂട്ടിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ, ഇടവേള ബാബു, ബാബുരാജ്, സംവിധായകൻ VK പ്രകാശ്, ഇങ്ങനെ പട്ടിക നീളുന്നു. പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾക്ക് ആറ്റം ബോംബിന്റെ പ്രകരശേഷിയുണ്ടെന്നാണ് സൂചന. ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തു വന്നാൽ പല പ്രമുഖരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ മേഖല ആകെ ശോകമൂകമായ അവസ്ഥയിലാണ്. ജഗദീഷും ഉർവശിയും പൃഥ്വിരാജും ടൊവിനോയും നിലപാട് വ്യക്തമാക്കി. മമ്മൂട്ടിയും മോഹൻലാലും നിശബ്ദരാണ്. കേസിൽപ്പെട്ടവർ അകത്താവാതിരിക്കാൻ നെട്ടോട്ടത്തിലാണ്. എന്നും സിനിമാ മേഖല ലൈംഗിക ചൂഷണത്തിന്റെ കുത്തരങ്ങാണ്. ജീവിതം നഷ്ടപ്പെട്ട, കരിയർ തുടരാനാവാതെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞ എത്രയോ താരങ്ങളുടെ നിശബ്ദ ശാപം പേറുന്നുണ്ട് മലയാള സിനിമ. കേട്ടതും കേൾക്കാത്തതുമായ എത്രയോ കഥകൾ, എത്രയോ അനുഭവങ്ങൾ. മുതിർന്ന ഫിലിം ജേർണലിസ്റ്റ് പല്ലിശ്ശേരി ന്യൂസ് 18 ചാനലിൽ പറഞ്ഞൊരു അനുഭവം ശ്രദ്ധേയമാണ്. ഒരു പ്രമുഖ നടിക്ക് സംവിധായകനിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് പല്ലിശ്ശേരി പറഞ്ഞത്. ഈ സംഭവത്തിൽ മമ്മൂട്ടിയുണ്ട്. വില്ലൻ റോളിലല്ല, നായകന്റെ റോളിൽ തന്നെ. മുൻകോപിയെങ്കിലും പെൺ വിഷയത്തിൽ മമ്മൂട്ടി ഇതുവരെ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. നായിക നടിയെ ശല്യപ്പെടുത്തിയ സംവിധായകനെ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ തല്ലാൻ പോയ സംഭവമാണ് പല്ലിശ്ശേരി വിവരിച്ചത്. ഒരു സംവിധായകനെക്കുറിച്ചാണ് പല്ലിശ്ശേരിയുടെ വെളിപ്പെടുത്തൽ. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതിനാൽ പേര് പറയുന്നില്ലെന്നും പല്ലിശ്ശേരി പറയുന്നു. ഈ സംവിധായകൻ്റെ സിനിമയിൽ ഒരു മലയാള നടി അഭിനയിക്കാൻ ചെന്നു. അതോടെ സംവിധായകൻ സുകുമാര കലകൾ ഒന്നൊന്നായി പുറത്തെടുക്കാൻ തുടങ്ങി. നടിക്ക് കുളിക്കാനുള്ള സമയം പോലും കൊടുത്തില്ലെന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. ഈ നടി അന്ന് പ്രശസ്തനായ മറ്റൊരു സംവിധായകനുമായി പ്രണയത്തിലാണ്. അന്ന് ബോൾഗാട്ടി പാലസിൽ സംവിധായകൻ പ്രിയദർശനും മമ്മൂട്ടിയും മേനകയും നിർമ്മാതാവ് സുരേഷ് കുമാറും ശങ്കറുമുണ്ട്. ഇവിടേക്കാണ് നടിയുടെ ഫോൺ കോൾ വന്നത്. അതോടെ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഈ സംവിധായകനെ തല്ലാൻ പോയെന്നും പല്ലിശ്ശേരി പറയുന്നുണ്ട്. മുകേഷിൻ്റെയും മുൻ ഭാര്യ സരിതയുടെയും പ്രണയകാലവും പല്ലിശ്ശേരി വിവരിക്കുന്നുണ്ട്. ചന്ദ്രകുമാറിൻ്റെ സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവം. പാലക്കാട് ഗസ്റ്റ് ഹൗസിൽ ഒരറ്റത്ത് മുകേഷിൻ്റെയും മറ്റേ അറ്റത്ത് സരിതയുടെയും മുറിയാണ്. അന്ന് അവർ പ്രണയം തുടങ്ങി വെച്ച സമയമാണ്. പല്ലിശ്ശേരി റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ചന്ദ്രകുമാർ പറഞ്ഞു, പോകാൻ വരട്ടെ, അവിടെ നിൽക്ക്. മുകേഷിൻ്റെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കാൻ ചന്ദ്രകുമാർ പറഞ്ഞു. മുകേഷ് വാതിൽ തുറന്ന് തലയെത്തി നോക്കുന്നുണ്ട്. പല്ലിശ്ശേരിയെ കണ്ട് ഉള്ളിലേക്ക് പോയി. നിന്നെ കണ്ടാൽ അവൻ പോകില്ല, അവിടെ ഇരിക്കെ ഒരു തമാശയുണ്ടെന്ന് ചന്ദ്രകുമാർ പറഞ്ഞു. തനിക്ക് കാര്യം മനസ്സിലായതായി പല്ലിശ്ശേരി പറഞ്ഞു. മുകേഷിന് സരിതയുടെ മുറിയിലേക്ക് പോകണം. അരമണിക്കൂർ കഴിഞ്ഞു. ഒടുവിൽ മുകേഷ് വന്നു. നേരം വെളുത്താലും നിങ്ങൾ പോകില്ല എന്നെനിക്കറിയാം, എന്തായാലും നിങ്ങൾ എഴുതും എന്ന് പറഞ്ഞ് മുകേഷ് അവിടേക്ക് പോയി. അവർ പ്രണയത്തിലായിരുന്നെന്നും പിന്നീട് വിവാഹം കഴിച്ചെന്നും പല്ലിശ്ശേരി പറയുന്നു. സരിതയും മുകേഷും പിന്നീട് വേർപിരിഞ്ഞു. അതിനുശേഷം നർത്തകി മേതിൽ ദേവികയെ വിവാഹം കഴിച്ചെങ്കിലും അധിക നാൾ ആ ബന്ധവും നീണ്ടുപോയില്ല. സിനിമാ രംഗത്ത് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും പല്ലിശ്ശേരി തുറന്നു പറയുന്നു.